ഒരുപാട് ആളുകൾ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ റഷ്യയിലേക്കും ഇവിടെ ജോലിക്ക് ആവശ്യത്തിനായിട്ട് കയറി വരുന്നുണ്ട്. ഇപ്പം എവിടെ നോക്കിയാലും ഇൻസ്റ്റാഗ്രാം നോക്കിയാലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് നോക്കിയാലും അതുപോലെ തന്നെ ഏതെങ്കിലും സോഷ്യൽ മീഡിയകളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഫുള്ളായിട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിലേക്ക് ആൾക്കാർ ആവശ്യമുണ്ട്, റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട്, ആളുകൾ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് അഡ്വർടൈസ്മെന്റുകളും ആഡുകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആഡുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ. हम रशिया गए थे ई वीज़ा पे, हमें डिपोर्ट कर दिया गया। हमारे डॉक्यूमेंट्स कंप्लीट थे, बिल्कुल सारे डॉक्यूमेंट कंप्लीट थे, होटल बुकिंग सब था हमारे पास, लेकिन हमें फिर भी डिपोर्ट कर दिया गया है भाई। കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എൻ്റെ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കാരണം വെച്ചാൽ എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുമോ എന്ന് അറിയത്തില്ല. അപ്പോൾ വന്നില്ലെങ്കിൽ ഞാൻ ആ വീഡിയോ അത് റിമൂവ് ചെയ്യും. അപ്പോൾ എന്നിരുന്നാലും ഞാൻ ഈ കാര്യം പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മലയാളി കൺവെൻഷൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം റഷ്യ ഇപ്പൊ ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത വ്യാജപ്രചരണങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അഡ്വർടൈസ്മെന്റുകളും ആടുകളും ആളുകൾ അട്രാക്റ്റീവ് ആക്കുന്ന രീതിയിലുള്ള ആടുകളൊക്കെ അടിച്ചിറക്കിയിട്ട് 5 വർഷത്തെ TRC കാർഡ് PR ഒക്കെ എടുത്തു തരാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. TRC കാർഡ് PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇറങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ മൊത്തം റഷ്യയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വെയർ ഹൗസുകളിലേക്ക് ആളുകൾ ആവശ്യമുണ്ട്, ഇത് ഇവിടേക്ക് ആവശ്യമുണ്ട്, അവിടേക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ ആളുകൾ ഈ വെയർ ഹൗസുകളിലൊക്കെ പോയിട്ട് ഒരുപാട് ആൾക്കാർക്ക് നാട്ടിലെ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാരെ തിരിച്ച് നാട്ടിലേക്ക് അയക്കുന്ന സ്റ്റോറീസ് ഒന്നും ആരും അറിയുന്നില്ല. ഒരുപാട് ആൾക്കാർക്ക് ജോലിയില്ലാതെ ഇവിടെ കഷ്ടപ്പെടുന്ന കഥകളൊന്നും ആരും പറയുന്നില്ല. ഇവിടെ വരുന്ന എല്ലാവരും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇവിടെ വന്നിട്ട് ഒരു രീതിയിലും വല്ല പ്രശ്നങ്ങളായിട്ട് എയർപോർട്ടിൽ ഫൈൻ അടിച്ച് ഇവിടെ ജയിലുകളിൽ കിടക്കുന്ന ആളുകളെ വീഡിയോ പല പ്രശ്നങ്ങളും പെട്ട് ജയിലിൽ കിടക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാർ, അതൊന്നും സോഷ്യൽ മീഡിയയിലോ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മീഡിയയിലൊന്നും കാണിക്കത്തില്ല. ഇവിടെ നടക്കുന്ന പല തട്ടിപ്പുകളും വെട്ടിപ്പുകളുമായിട്ട് ഇഷ്ടം പോലെ ഒരു 50ഉം 60ഉം പേരും വെച്ചാണ് ഓരോരോ ബാച്ചിലേക്ക് കയറി ഇപ്പോഴും വരുന്നത് ഈ സാഹചര്യത്തിൽ. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇപ്പൊ വിന്റർ നിങ്ങൾക്ക് അറിയാലോ. വിന്റർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഇവിടെ ജോലിയുണ്ട്. പക്ഷെ ഈ ജോലിയൊന്നും കറക്റ്റായിട്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും പോലെയൊന്നും അല്ല ഇവിടുത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ വരുന്നതിന് മുമ്പിലായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ആരായിട്ട് നിങ്ങൾ ചെയ്തോളൂ, ഏത് ഏജൻസി ആയിട്ട് നിങ്ങൾ ചെയ്തോളൂ. കാരണം ഈ ചെയ്യുന്ന ഏജൻസി ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു എഗ്രിമെന്റ് എന്തായാലും ചെയ്യണം. എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തൊരു അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു എന്താണോ പറയുന്നത്, സർവീസുകൾ എന്താണോ നിങ്ങളുടെ ഭാഗത്ത് ആ സർവീസുകൾ പ്രോപ്പർ ആണോ എന്ന് നിങ്ങൾ നോക്കുക. അതിനുശേഷം ഓക്കെ ആ സർവീസുകൾ ഇപ്പം ഒരു ഏജന്റ് നിങ്ങൾ കൊണ്ടുവരുന്നത്, ആ ഏജന്റ് പറയുന്നു ഇന്നതാണ് എന്റെ സർവീസുകൾ. ആ സർവീസുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഏജന്റിന്റെ കാര്യം കഴിഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് ബാക്കിയുള്ള മുമ്പോട്ടുള്ള കാര്യങ്ങൾ നിങ്ങളാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് അത് നിങ്ങളും കൂടി ഒരു എഗ്രിമെന്റ് ആയിട്ട് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ 100% പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വൻ TRC കാർഡൊക്കെ കിട്ടുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ കൊണ്ടുവരുന്നത്. TRC PR ഇവിടെ റെസിഡൻസി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ സ്കിൽഡ് കാറ്റഗറി തന്നെ ഒരുപാട് വേക്കൻസികൾ, ട്രക്ക് ഡ്രൈവർ, അങ്ങനെ ടാക്സി ഡ്രൈവർ, അങ്ങനെയുള്ള ഒരുപാട് സ്കിൽഡ് കാറ്റഗറി ജോബുകളൊക്കെയാണ് ആളുകൾ മുമ്പിൽ പറഞ്ഞിട്ട് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്കിൽഡ് കാറ്റഗറി ജോബുകളും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം എസ്പെഷ്യലി റഷ്യൻ ലാംഗ്വേജ് അറിയാതെ ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ സ്കിൽഡ് കാറ്റഗറി ജോലികൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ പല എൻ്റെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ആരും ഇപ്പോഴും മുഖവിലൊക്കെ എടുക്കുന്നില്ല. ഇപ്പോഴും ആളുകൾ കയറി വരുന്നുണ്ട്. ഇവിടെ പറ്റിക്കപ്പെട്ടിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ തിരിച്ചു പോയിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോഴും വേറെ വഴിയില്ലാത്ത കാരണം ഇവിടെ പിടിച്ചേക്കുന്നുണ്ട്. വളരെ 20,000 30,000 സാലറിയിൽ വരെ ഇവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈവൻ അവർക്ക് അക്കോമഡേഷൻ ഇല്ല. അവർ അക്കോമഡേഷൻ കഴിച്ചു വെച്ചിട്ട് എന്താണ് അവരെ കയ്യിൽ കിട്ടുന്നത്? 80,000 90,000 ഒക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് അതൊന്നും കിട്ടുന്നില്ല. 75,000 ഇവിടെ നോർമൽ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 മുതൽ 90,000, പിന്നെ 40,000 മുതൽ 90,000. അതൊക്കെ ഒരു വർക്കിന്റെ ക്വാളിറ്റിയും ഇതൊക്കെ അനുസരിച്ചാണ് സാലറി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിപ്പം 40,000 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ സാലറി റഷ്യയിൽ. 40,000 മുതൽ 90,000 1 ലക്ഷം വരെയൊക്കെ നമുക്ക് സാലറി കിട്ടുന്ന ആൾക്കാരുണ്ട്. പല സ്ഥലത്തും അത്രയും സാലറി ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പല സ്ഥലങ്ങളിലും ഈ ഒരു 20,000 പോലും തികച്ച് കിട്ടാത്ത പല സ്ഥലങ്ങളുണ്ട്. ആളുകളെ കൊണ്ടുവന്ന് കബളിപ്പിക്കുന്ന സ്ഥലങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കി.